ഹലോ ഗൈസ് വെൽക്കം ടു യുലു അല്ല വെൽക്കം ടു അനദർ ബ്യൂട്ടിഫുൾ ഡേ. ഇപ്പം ഇന്നത്തെ വീഡിയോയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഐ എം ഗോയിങ് ടു മൈ സെക്കൻഡ് ഹോം. കാരണം എൻ്റെ വീട് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ വീടിൻ്റെ അതേ കംഫർട്ടബിലിറ്റിയിൽ നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് എൻ്റെ അമ്മയുടെ അനിയത്തിൻ്റെ വീട്. അപ്പം അങ്ങനെ ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ ബസ്സിൽ കയറി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കമ്പനിക്ക് ഈ ചിടുങ്ങ് കൂടി ഉണ്ടായിരുന്നു കേട്ടോ. പൊതുവേ ബ്ലോക്കൊന്നും ഇല്ലെങ്കിൽ ഒരു 2.5 മണിക്കൂർ കൊണ്ട് എത്തുന്ന കോഴിക്കോട് ഇപ്രാവശ്യം ഞാൻ എത്തിയത് ഒരു 3 മണിക്കൂറാണ്. ആ ചേട്ടൻ്റെ ഒരു സ്ലോ എനിക്കിപ്പോഴും ആലോചിക്കാൻ വയ്യ. എല്ലാ വണ്ടിയും പോയിട്ടേ ഞങ്ങൾ പോകുന്ന. അതിൻ്റെ ഇടയിൽ ചുരത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ബ്ലോക്ക് കിട്ടിയില്ലെങ്കിൽ അത് ചുരന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പിന്നെ എങ്ങനെയൊക്കെയോ നമ്മൾ കോഴിക്കോട് എത്തി. ഇപ്രാവശ്യം കോഴിക്കോടത്തെ ഷെഡ്യൂൾ വളരെ ടൈറ്റായിരുന്നു. കുറേ സ്ഥലങ്ങളിൽ പോകാനുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഓട്ടോ കയറി ബസ് സ്റ്റാൻഡിൽ പോയി ബസ് കയറി നേരെ പോയത് അമ്മയുടെ ഒരു കസിൻ്റെ വീട്ടിലാട്ടോ. ഇവിടെ ഒരു മരണം ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ സഞ്ജയനായപ്പോഴാണ് ഞങ്ങൾ എത്തിയത്. അവിടെ കുറേ കസിൻസൊക്കെ ആയിട്ട് വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ ചില്ലടിച്ചിരുന്നു കേട്ടോ. ഇവർ ഓരോരുത്തരുടെ പേര് പറയാനും നിന്നാലും ടൈം തീരില്ല. ഇത് ഇമ്മേമ്മ, പിന്നെ ബി ചേച്ചി ഉണ്ടായിരുന്നു, റിനു ചേച്ചി ഉണ്ടായിരുന്നു, രാജമാമൻ ഉണ്ടായിരുന്നു, നിമ്മി ചേച്ചീൻ്റെയും കുട്ടേൻ്റെ മോനാട്ടോ ആ ചിടുങ്ങ്. ഇതെൻ്റെ അമ്മേൻ്റെ ഏട്ടനാണ് കേട്ടോ മാമൻ. അങ്ങനെ അവിടെ സഞ്ജയനത്തിൻ്റെ ഫുഡൊക്കെ കഴിച്ചു പോയി. നേരത്തെ കണ്ട റിനു ചേച്ചീൻ്റെ മോള് തത്തയാണ് ഇവളായിരുന്നു എൻ്റെ അവിടുത്തെ ഒരു കമ്പനി. പിന്നെ ആ ചിടുങ്ങും അവിടെ വലിയൊരു മീനിനെ കണ്ടു. അപ്പോൾ കണ്ടപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോയും എടുത്തു. അപ്പോൾ ഇതാണ് നിമ്മി ചേച്ചി കേട്ടോ, നേരത്തെ കണ്ട മോൻ്റെ അതെ ഇബ്ബൻ്റെ അമ്മ. അങ്ങനെ അവിടെ ഒരു പ്രത്യേക തരം ചാമ്പക്ക ഉണ്ടായിരുന്നു. എന്താ അതിൻ്റെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, അറിയെങ്കിൽ കമൻ്റ് അടിക്കൂ. അങ്ങനെ ആ ചാമ്പക്കയും ചേച്ചീനെ കൊണ്ട് പറപ്പിച്ച് ഇതാണ് കുട്ടേട്ടൻ. ഇവരോടൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ പോയി. അപ്പം ഞാനും അമ്മയും മാമനും കൂടിയാണ് പോയത്. അമ്മേൻ്റെ അടുത്ത കസിനായ പുഷ്പമ്മായിൻ്റെ അടുത്തോട്ടാണ് പോയട്ടോ. ഇതാണ് പുഷ്പമ്മായി. അപ്പോൾ അവിടെ പിന്നെ കുറച്ച് നേരം ഇരുന്ന് വർത്തമാനം വന്ന് സംസാരിച്ചു. എൻ്റെ ഫ്രണ്ട് അനഘ ഇവിടെ ഉണ്ടായിരുന്നു. അവൾ വർക്കിന് പോയതുകൊണ്ട് അവളെ കാണാൻ പറ്റിയില്ല. അങ്ങനെ ഇവരുടെ കത്തിയടി ഇന്നൊന്നും തീരും തോന്നില്ല. അങ്ങനെ ഞാൻ പകുതി കിടന്നുറങ്ങി. അങ്ങനെ ലാസ്റ്റ് ഇവിടുന്നും ഇവരോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഓട്ടോ കയറി ഞങ്ങൾ കോഴിക്കോട് സ്റ്റാൻഡിലെത്തി. ഇങ്ങനെ കോഴിക്കോട് സ്റ്റാൻഡിലെത്തി കുറച്ച് ബേക്കറിയും സാധനങ്ങളും എല്ലാം വാങ്ങിയിട്ട് ഇനി നേരെ പോകുന്നത് ആൻറ്റീൻ്റെ അടുത്തോട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള വീഡിയോ കംപ്ലീറ്റ് ആയിരിക്കില്ല, കാരണം ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ആൻറ്റീൻ്റെ വീട്. ഇപ്പോൾ കയറിയ പാട് ഇതൊക്കെ കണ്ടപ്പോൾ ഒരു വെറൈറ്റിക്ക് അങ്ങ് എടുത്ത് വെച്ചു. അങ്ങനെ ഇതാണ് ഇളയച്ചൻ, മീൻസ് എൻ്റെ ആൻറ്റിയുടെ ഹസ്ബൻഡ് എന്ന് വെച്ചാൽ അമ്മയുടെ അനിയത്തിയുടെ ഭർത്താവ്. ഇതാണ് എൻ്റെ അമ്മേൻ്റെ അനിയത്തി. അമ്മേനെ പോലെ ഇല്ലേ കാണാൻ, എല്ലാവരും പറയലുണ്ട്. അപ്പോൾ ചെന്ന പാടൊരു ചായ കുടിയാണ്. ചായ കുടീനേക്കാൾ ഉപരി ഇവിടെ കാണുന്നത് ഞങ്ങളുടെ വർത്തമാനം പറയലൊക്കെയാണ്. അങ്ങനെ പിന്നെ കുറച്ച് നേരം ഞാൻ ഈ കോലായിൽ ഇങ്ങനെ ശാന്തമായിരുന്നു. അപ്പോഴാണ് തൊട്ടടുത്ത് നിന്ന് നമ്മുടെ കുഞ്ചുമോൻ വന്നത്. അവൻ വന്നപാട് ബോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കരുതി അവൻ്റെ കൂടെ കുറച്ച് നേരം ഫുട്ബോൾ കളിക്കാൻ. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിച്ചു. അതിൻ്റെ ഇടയിൽ അമ്മയും ആൻറ്റിയും കൂടെ മുറ്റത്ത് കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഏറ്റവും എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ വർത്താനം പറഞ്ഞ് നടക്കുക. അങ്ങനെ പിന്നെ കിച്ചണിൽ കുക്കിംഗ് പരിപാടിയൊക്കെ നടന്നു. എന്തായാലും ചോറ്, മാങ്ങാക്കറി, പിന്നെ മാന്ത, ചിക്കൻ ഇതൊക്കെയായിരുന്നു കേട്ടോ ഫുഡ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അതിൻ്റെ ഇടയിൽ ടി വിയൊക്കെ കണ്ട് നേരെ പോയി കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ എണീച്ച് ഞാൻ കോലാൽ വന്നിരുന്നിട്ട് ഒന്ന് ആരോഗ്യം വെപ്പിച്ചെടുത്തു. അതിനുശേഷം നേരെ കിച്ചണിൽ പോയിട്ട് അവിടെ ഉണ്ടാക്കി വെച്ചൊരു കാപ്പി എടുത്തു. അപ്പോഴാണ് ഈ സൺ കിസ് കണ്ടപ്പോൾ. ഇവിടെ ചെന്ന് എനിക്ക് പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല, ഫുൾ ടൈം വെറുതെ ഇരിക്കുക. അമ്മയും ആൻറ്റിയും കൂടെ ഇങ്ങനെ പണിയൊക്കെ ചെയ്ത് സംസാരിക്കും. ഇപ്പം ഇന്നലത്തെ ചിക്കൻ കറിയും ഇഡ്ഡലിയായിരുന്നു. അങ്ങനെ പിന്നെ ഇവിടുത്തെ വീഡിയോകൾ വളരെ കുറവാണ്, കാരണം ഞങ്ങൾ ഫുൾ സംസാരത്തിൽ ഇങ്ങനെ എൻജോയ് ചെയ്ത് ചില്ല് ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ ആൻറ്റിയും കൂടെ കുറച്ച് തുണിയൊക്കെ എടുക്കാൻ പോയി. ഇപ്പം ഞങ്ങൾ കുറേ നേരം കുഷ്കൊക്കെ ചെയ്തു. നല്ല ചൂടാണ്, ഫുൾ ടൈം വേർക്കുന്നുണ്ട്, എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ ഒട്ടുന്നുണ്ട്. എനിക്കിവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ പുറത്ത് പല സ്ഥലങ്ങൾ കാണാൻ പോകുന്നതിൽ എനിക്കിഷ്ടം ഇവിടെ തന്നെ ഇരിക്കാനാട്ടോ. ലുലു പോവുക, അവിടെ പോവുക എന്നൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ പറയും വേണ്ട, നമുക്ക് ഇവിടെ ഇരിക്കാം. ഇവിടെ ഇരുന്ന് വട്ടത്തിലിരുന്ന് റൂമിൻ്റെ ഉള്ളിൽ സംസാരിച്ചിരിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമൊന്നും വേറെ പ്രത്യേകിച്ച് ഒരു കാര്യത്തിനുള്ള. പോകാനാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയിക്കൂടെ. അപ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ്. ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ടുള്ള പ്ലാൻ ഇന്ന് വൈകുന്നേരം അവിടെ പോകുന്നുള്ളതാണ്. അങ്ങനെ പിന്നെ ഇളയച്ചൻ്റെ കസിൻസിൻ്റെയൊക്കെ വീട്ടിൽ കൂടി ഒന്ന് കയറി. ഇതാണ് ഇളയച്ചൻ്റെ അമ്മ കേട്ടോ. അങ്ങനെ അവരുടെ വീട്ടിൽ പോയപ്പോൾ ഞാൻ കുറേ പഴയ സാധനങ്ങൾ കണ്ടു. അപ്പോൾ ഞാൻ വിട്ടുകൊടുത്തുള്ള ഈ ക്ലോക്കിൻ്റെയൊക്കെ ഇതെടുത്തു. പിന്നെയാണ് എക്സൈറ്റ്മെൻ്റ് ആയിട്ട് ഞാൻ ലാൻഡ് ഫോൺ കണ്ടത്. വീട്ടിലുണ്ടായിരുന്നു കേട്ടോ, ഇപ്പോൾ അതൊന്നുമില്ല. ബട്ട് ദിസ് ഇസ് സ്റ്റിൽ വർക്കിംഗ് ഇപ്പോഴും വർക്ക് ചെയ്യുന്ന ലാൻഡ് ഫോണാണ്. അപ്പോൾ ഞാൻ അതിനെ പറ്റിയൊക്കെ പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം വന്നു വിളക്കൊക്കെ കത്തിച്ചിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിൽ പോകാമെന്ന് കരുതി കേട്ടോ. SF സ്ട്രീറ്റിലുള്ള ഹനുമാൻ കോവിലും പിന്നെ തളി അമ്പലത്തിലുമാണ് പോയത്. അപ്പോൾ ഞങ്ങൾ 3 കൂടെ ഇറങ്ങി. അതിനിടയിലൊരു കുളിയൊക്കെ പാസ്സാക്കി ഇറങ്ങി കേട്ടോ. അപ്പം ഞാൻ വലിയൊരു അമ്പലം ഡിവോട്ടി ആണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷെ പോകാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ എപ്പോഴും പോകുന്നതിനോട് വലിയ താല്പര്യമില്ല. പക്ഷെ എൻ്റെ കൂടെയുള്ള 2 ആളും അമ്പലത്തിനോട് ഭയങ്കര ക്രേസാണ്.
ഗുരുവായൂർ പോയാലോ എന്ന് വരെ ഒരു പ്ലാൻ ഇടുന്നുണ്ടായിരുന്നു. പക്ഷേ ജോലി തിരക്കും പിന്നെ വീട്ടിൽ അമ്മമ്മയും അച്ഛനും ഒറ്റയ്ക്ക് ആയതുകൊണ്ടും വരേണ്ടത് കൊണ്ടും ആ പ്ലാന് മെല്ലെ വേണ്ട എന്ന് വെച്ചു. ഇതാണ് കേട്ടോ SM സ്ട്രീറ്റ്. ഒന്നാമത് ഞായറാഴ്ച, രണ്ടാമത് പെരുന്നാൾ തിരക്ക്. ആ സമയം ഞങ്ങളവിടെ പോയേണ്ട അവസ്ഥ എന്താ? ഇതാണ് കേട്ടോ ഞങ്ങൾ കൊടുത്തത്. ഇതിൽ പൂവ് അങ്ങനെ എന്തൊക്കെയൊക്കെയോ പ്രസാദം ഉണ്ടായിരുന്നു. ഓറഞ്ച് കുറിയാണ് കിട്ടിയത്. എനിക്ക് ആദ്യമായിട്ട് ഓറഞ്ച് കുറി കിട്ടുന്നത്. അങ്ങനെ കുറിയൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ അടുത്ത അമ്പലത്തിലോട്ട് പോയി. ഇതൊരു അടിപൊളി അമ്പലം കേട്ടോ. ഉള്ളിൽ ഒരുപാടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഉള്ളിൽ വീഡിയോ ഒന്നും അലൗഡ് അല്ല. അതിന് ശേഷം പിന്നെ അമ്പലമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് ഞങ്ങൾ നേരെ തിരിച്ച് റിട്ടേൺ വിട്ടിരിക്കുന്നു. അപ്പം അതിൻ്റെ പുറത്തുള്ളൊരു കുളമാട്ടോ. ഈ കുളം കാണുമ്പോൾ എനിക്ക് പണ്ട് ഇൻറ്റേൺഷിപ്പിന് വന്നപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇരുന്നത് ഓർമ്മ വന്നത്. അങ്ങനെ അവിടെ നിന്നൊരു കുട്ടി വീഡിയോ, എൻ്റെ ഒരു പ്രഹസന പരിപാടി മസ്റ്റാണല്ലോ, അതൊക്കെ അങ്ങ് എടുത്ത് അങ്ങിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ഹറിബറി പിടിച്ചൊരു 2-3 ദിവസമായിരുന്നു ഇത്. ബട്ട് ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. ഇവിടെ പോവാൻ മടി, അയ്യോ ബസ് കയറണ്ടേ, തിരിച്ച് വരാൻ അതിലും വലിയ മടിയാണ്. അങ്ങനെ പിന്നെ രാത്രിയായപ്പം ഞാൻ അമ്മയെ നേരെ പോയി കിടന്നുറങ്ങി. അമ്മ ആസ് യൂഷ്വൽ ഈ ചെടി ആ ചെടി അങ്ങനെ ഭയങ്കര സങ്കടത്തോടു കൂടി പിറ്റേന്ന് രാവിലെ എണീച്ച് ഞാൻ ഇറങ്ങി. പിന്നെ ബാക്ക് ടു ഹോം, ബാക്ക് ടു വർക്ക്, ബാക്ക് ടു ദ ഹെക്ടിക് ഡേയ്സ്. ഓക്കെ, സ്റ്റേ ട്യൂൺ.